ആലോചിക്കും ഓർമ്മ മേടിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നല്ല. ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ്. എൻ്റെ ചിന്നപ്പിക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ സർപ്രൈസ് കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർപ്രൈസ് പറയുമ്പോൾ ഞങ്ങൾ പണ്ട് ഒളിച്ചോടിയാണ് കെട്ടിയത്. അപ്പോൾ ഒളിച്ചോടി കെട്ടിയതിന് ശേഷം വലിയ സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞു മാലയാണ് ചിന്നാപ്പിക്കയുടെ കരുത്തിലുള്ളത്. ഞാൻ താലി കിട്ടാൻ വെറും നേരത്തെ കുഞ്ഞു മാലയാണ്. അപ്പോൾ അവൾക്ക് എന്നോട്ടൊരാഗ്രഹമാണ്, ഒരു താലി, നല്ല വലിയ താലിമാല വേണം. എല്ലാ പെണ്ണുങ്ങൾക്കും കാണുമല്ലോ ആഗ്രഹം. അപ്പോൾ അതേപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചിന്നവയ്ക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ആഗ്രഹം സഹായിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ താലിമാല, അവൾ താലി ഇടാറില്ല, താലി കുഞ്ഞുമാലയാണ് കരുത്തിയിരിക്കുന്നത്. താലി ഉരി വെച്ചിരിക്കുകയാണ്, ഇടാൻ പറ്റാത്തതുകൊണ്ട്. കാരണം അതിൽ കൊളുത്തും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് സേഫ് അല്ല, അത് പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അലമാരിൽ നിന്ന് സംഭവം താലി എടുത്തിട്ടുണ്ട്. താലി ഞാൻ അലമാരിൽ നിന്ന് എടുത്തിട്ട് ഒരു മാല അവൾക്ക് വേണ്ടി മേടിച്ചിരിക്കുകയാണ്. 2 പവൻ്റെ മാല മേടിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ ചിന്നാപ്പിക്ക് കാണുമ്പോൾ സന്തോഷമാവും. ചിന്നാപ്പിയെ ഇരുത്തിക്കൊണ്ട് അവിടെ കരുത്തി കെട്ടി കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ. ചിന്നാപ്പി ഇത് അവിടെ ബൈക്കിൻ്റെ പുറത്തിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചിന്നാപ്പി ഇവിടെ എന്താ ബൈക്ക്? ചിന്നാപ്പി നീ എന്താ ബൈക്കിലൊക്കെ കയറിയിരിക്കുന്നത്? മുഖത്തൊക്കെ കുരു, ഞാൻ എൻ്റെ മൂക്കിൽ ചുമന്ന് ഞാൻ ഒന്ന് പൊട്ടിക്കാനൊക്കെ നിറച്ചും കുരുക്കള് പോള, പിമ്പിൾസ് പോള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം എൻ്റെ കൊച്ചിനെ, കേട്ടാ. പിന്നെ നീ എവിടെ പോയതാ? ഞാൻ രാവിലെ തൊട്ട് ഇവിടെ തപ്പി നടക്കുന്നു, കാണുന്നില്ല. എവിടെ പോയി? ഞാൻ പുറത്ത് ഒരു കാര്യത്തിന്. നീ കഴിച്ചല്ലോ? ഞാൻ കഴിച്ചു, എനിക്ക് വിശന്നപ്പോ ഞാൻ പോയി കഴിച്ചു. പിന്നെ നോക്കിയിരുന്നിരുന്നു. ഇപ്പൊ 2 മണി വരെ ഞാൻ നോക്കി, 2:30 ആയി. പിന്നെ എനിക്ക് വിശക്കത്തില്ല. ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എവിടെ പോയതായിരുന്നു ടാപ്പി? ഞാൻ പുറത്ത് വരെ പോയി. പുറത്ത് ഇത്ര അത്യാവശ്യം പുറത്ത് പോകാനായിട്ട്? അതൊക്കെ ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നേ, കുരു പൊട്ടിച്ചിട്ട് വരാം. കുരു പൊട്ടിക്കണ വന്നേ, ഒരു സർപ്രൈസ് ഉണ്ട്. വാ. സർപ്രൈസ്? ഇങ്ങോട്ട് വാ, നീ വാ. ഐഫോൺ വീഡിയോ കണ്ടായിരുന്നു, നീ എനിക്കൊരു ഐഫോൺ മേടിച്ചോണ്ട് തരുന്നത്. ഐഫോൺ കോപ്പ്. ഇങ്ങോട്ട് വാ. എവിടെ നീ? കസേരട്ടിരുന്നേ, ഈ കസേരട്ടി അവിടെ ഇരിക്കി. കണ്ണടക്കി. കണ്ണടച്ചാ തുറന്നിടി കിട്ടും. എവിടാ? കണ്ണു തുറക്കട്ടെ. എത്ര നേരം വെയിറ്റ് ചെയ്യണം? കണ്ണ് തുറക്കാതിരുന്ന കണ്ണടച്ചോണ്ടിരുന്നിട്ട് കണ്ണ് വേദന എടുക്കത്തില്ല. കണ്ണടച്ചോണ്ടിരുന്നിട്ട് കണ്ണു തുറക്കണേ. എപ്പോഴാണോ പറയുന്നത്? കണ്ണു തുറന്നു. കൊറേ നാൾ കൊണ്ട് ആലോചിക്കും ഓർമ്മ മേടിക്കുന്നു. 2 പവൻ. ചിന്നാപ്പി സന്തോഷത്തിലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. നല്ല ലെങ്ത് ഉണ്ട്, ഇവിടം വരെയുണ്ട്. ഈ കുഞ്ഞു മാലയുടെ കൂടെ ഇടാനായിട്ട് വലിയ മാല ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പൊ കണ്ടാപ്പിന്റെ പേര് എഴുതിച്ചത് താലിയൊക്കെ ആയിട്ട് വന്ന്. അയ്യോ, താലി ഉണ്ടായിരുന്നു, പക്ഷെ പേരൊന്നും എഴുതിച്ചല്ലായിരുന്നു. ഇപ്പൊ എന്താ എനിക്ക് പേര് എഴുതി, കണ്ടപ്പിയുടെ പേര് എഴുതി, കണ്ണൻ എന്ന പേര് എഴുതി കൊണ്ട് വന്നിട്ട് വലിയ മാലയും കൊണ്ടുവന്ന്. കുഞ്ഞു മാലയായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നു മാല. അത് ലോക്കറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഊരി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് നല്ല വലിയ മാല കിട്ടി, ഒരുപാട് സന്തോഷമായി. ഒത്തിരി കാശായില്ല കണ്ടാപ്പി. ഇപ്പൊ സ്വർണത്തിനൊക്കെ വിലയില്ല, വേണ്ടായിരുന്നു. അല്ലല്ലോ, അങ്ങനെ കിട്ടിക്കഴിയുമ്പോ പറയാം വേണ്ടായിരുന്നു. പൈസ ഇല്ലാത്തടത്ത് മേടിക്കുണ്ടായിരുന്നു. എല്ലാ കടത്തിന്റെ കൂടെ ഈ ഒരു കടം കൂടി കിടക്കട്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. കടമൊക്കെ നമുക്ക് വീട്ടാന്ന് ചെയ്യാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വേറെ മോഡലില്ലായിരുന്നു. ഇപ്പൊ ഓടിച്ചാവും ഇറങ്ങി. അപ്പൊ ബൈ, ടാറ്റ.